ഞാൻ പിന്നെയും വന്നു, കുറച്ച് ദിവസം ഞാൻ ബ്ലോഗൊന്നും ഇട്ടില്ല, എനിക്കറിയാം. എന്ത് ചെയ്യാൻ, ഞാൻ പനിയായിരുന്നു. ഇപ്പോഴും പനി മാറിയിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്ന് ഞാൻ പനി മാറ്റാൻ വേണ്ടി 10,000 രൂപയുടെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എത്ര പെട്ടെന്ന് ഒരു 10,000 രൂപയ്ക്ക് ഫുഡ് കഴിച്ച് തീർക്കാൻ പറ്റും നോക്കാം. ഫുഡ് കഴിച്ച് തീർച്ചത് പിന്നെ നാക്കുകളും വഴങ്ങുന്നില്ല. കബമാണ് എനിക്ക്, എന്നാലും ഞാൻ കഴിച്ച് തീർക്കും. അപ്പോൾ ഏറ്റവും ആദ്യം ഇപ്പോൾ എളുപ്പം തീർക്കാനാണ് എനിക്ക് മെനക്കെട്ട് കഴിക്കാൻ 5 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻസിൽ പോകാൻ പോകുക. ഒരു ഐറ്റം ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതാണ് ഒരു റൂൾ. പിന്നെ അത് കഴിച്ചും തീർക്കണം. ഈ 2 റൂളേ ഉള്ളൂ ബോയ്സ്. അതാണ് മാരിയറ്റ് ഹോട്ടൽ, നമ്മുടെ ഫസ്റ്റ് ഹോട്ടൽ. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം കഴിക്കാൻ പോകുന്നത്. ഹോട്ടലിൻ്റെ അടുത്തെത്തുന്ന ഇവിടെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ ഉണ്ട്. ഫുഡ് കഴിക്കാൻ വന്ന എൻ്റെ വണ്ടിയൊക്കെ ചെക്കായി തുടങ്ങി. ഇവിടെ വാലി പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഹായ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഡോറില്ലായിരുന്നല്ലോ ഇവിടെ. ഇവിടെ ഡെക്കറേഷൻസ്, ക്രിസ്മസ് തീം നടക്കുകയാണ് ബോയ്സ്. ഇവിടെ ബഫേന്ന് ഇവിടെ ഹോട്ടലിൽ നിൽക്കുന്ന ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ടേബിൾ കിട്ടി, പക്ഷേ ഇവിടെ കൊടുക്കുക തിരക്ക് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ബഫയും ഉണ്ട്, വേണം മെനു ഓർഡർ ചെയ്യാം. നമ്മൾ ബഫേ എടുക്കുന്നില്ല, ഡയറക്റ്റ് ഓർഡർ ചെയ്യുക. ഒരു മെനു ഒരു ചെറിയൊരു ബുക്കാണെന്ന് തോന്നുന്നു. ഞാൻ മുള്ളിയിട്ട് തരട്ടെ, മൂന്നാമതിട്ട് വരും. പേഴ്സ് ഇട്ടിട്ട് പോട്ടെ, 5 സ്റ്റാർ ആരും എടുക്കത്തില്ലായിരിക്കും. വോളറ്റ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ വോളറ്റിൻ്റെ ടെൻഷൻ വേണ്ട ബോയ്സ്. ഇവിടുത്തെ ഏറ്റവും കോസ്റ്റ്ലിയസ് ഐറ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തപ്പിയിട്ട് തന്തൂരി ചിക്കനാണ്. തന്തൂരി ചിക്കൻ ഫുള്ള് 1,500 രൂപയാണ്. പക്ഷേ ഇതെനിക്ക് അത് കഴിക്കണമെന്നില്ല എനിക്ക്. അപ്പോൾ നമുക്ക് സാൽമൺ പിടിക്കാം 1,400. അപ്പോൾ നമ്മുടെ ഫുഡ് ഇതുവരെ വന്നിട്ടില്ല. ഏകദേശം ഒരു അരമണിക്കൂർ 20-25 മിനിറ്റ് എടുക്കും. അപ്പോൾ അതിനുവേണ്ടി കോംപ്ലിമെൻ്ററി ആയി കുറച്ച് ബ്രെഡും ബട്ടറുമായിട്ട് ബ്രെഡ് ബട്ടർ തന്നിരിക്കും. ബ്രെഡ് അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കുഴപ്പമില്ല, നല്ല ബ്രെഡാണ്. ഇതിനകത്ത് ബട്ടർ ഇരിപ്പുണ്ടല്ലോ, ഞാൻ കണ്ടില്ലായിരുന്നു. അതേ ബട്ടർ തേച്ചിട്ടില്ല, അത് തേക്കണമായിരുന്നു. എന്നാലും ഇപ്പോൾ കഴിച്ചു, കുഴപ്പമില്ല. നമ്മുടെ സാമൺ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണിത്? 1,400 സാൽമൺ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് പാസ്തയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനാണ് പാസ്ത കഴിക്കാറില്ല, പച്ചക്കറിയൊക്കെ എടുത്ത് മാറ്റി. മീൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. മീൻ നല്ല സോഫ്റ്റാണ്, പക്ഷേ ഒട്ടും ഉപ്പിലിടാം. കഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലായിട്ട് തോന്നുന്നില്ല, വെളിച്ചെണ്ണയായിട്ടും തോന്നുന്നില്ല, വേറെ ഏതോ എണ്ണയാണെന്ന് തോന്നുന്നു. ഉപ്പിട്ടിട്ടുണ്ട്, ഇനി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഓ നൈസ്. ഉപ്പായിട്ട് കൊള്ളാം. അവസാനം ഈ കഴിക്കുന്ന ഇന്നത്തെ ദിവസം കഴിക്കുന്ന എല്ലാം റേറ്റ് ചെയ്യും കേട്ടോ. 1,400 രൂപയുടെ അത്രയും ലെവൽ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കുഴപ്പമില്ല. നല്ലേ, കുഴപ്പമില്ല, നല്ലേ. ഞാൻ ഇതുവരെ കേരളത്തിൽ നിന്നിട്ട് ഇതുവരെ സാൽമൺ കഴിച്ചിട്ടില്ല. ഒരു പിങ്കിഷ്, ഈ മീറ്റിനൊരു പിങ്കിഷ് കളറാണ്. ഞാൻ ഫുഡ് ബ്ലോഗർ ആകുവാണ്, കഴിച്ച് തീർക്കണം, അടുത്ത കടയിൽ പോകണം. ഈ പാസ്തയോടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം. പാസ്തയായിട്ട് കൊള്ളാം കേട്ടോ, വെറുതെ കഴിക്കരുതായിരുന്നു. അപ്പോൾ തീർന്നിട്ടുണ്ട്, നമുക്കിനി അടുത്ത റെസ്റ്റോറൻറ്റിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് 1,652. അടുത്ത റെസ്റ്റോറൻറ്റിൽ പോവാം. 1,500 ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ്. ഇപ്പോൾ കുറച്ച് കഴിക്കേണ്ടി വരില്ലേ? ഞാൻ 1,400 ഞാൻ മേടിച്ചു, അപ്പം മുടുക്ക തീറ്റിയായിരിക്കും. ബോയ്സ്, നമ്മൾ അടുത്ത 5 സ്റ്റാർ ഹോട്ടലാണ്. റെസ്റ്റോറൻറ്റ് 5 സ്റ്റാർ അല്ല, ഷെഫ് പിള്ളയാണ്. കുറച്ച് പ്രീമിയമാണ്. അവിടെ ലേ മെഡിനകത്ത് നമ്മൾ പിന്നെയും ഒരു ഗേറ്റ് കയറുന്നു. ചെക്കായിക്കൊണ്ടിരിക്കുന്നു. ഈ വണ്ടിക്കകത്ത് ഇവർക്കൊരു കിണ്ടിയും കിട്ടാൻ പോകുന്നില്ല. ഇവിടെയും വാല കാണുമായിരിക്കുമല്ലോ, അവർ കൊണ്ട് പാർക്ക് ചെയ്യട്ടെ. അടുത്ത ചെക്കിങ്ങിൽ പോകണം. അപ്പോൾ ഈ വണ്ടിയും കൊണ്ടുപോവുകയാണ്. ഇവിടെയും ക്രിസ്മസ് തീമാണല്ലോ ബോയ്സ്. റെയിൻഡിയറൊക്കെ ഉണ്ട് വെളുത്തിട്ട്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്, ആൾക്കാരൊക്കെ കാറുന്നതാണ്. നമ്മൾ രണ്ടാമത്തെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്, ഷെഫ് പിള്ളൈ. ഇവിടുന്ന് എന്ത് ഓർഡർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഏറ്റവും വില കൂടിയ ഓർഡർ ചെയ്യാം. ഇതിനകത്ത് എന്തുവാണ് തുറക്കണം? ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുക, കേക്കാണെന്ന്, പൊട്ടിച്ചാൽ പൈസ കൊടുക്കണം. നമുക്കിവിടെ വെൽക്കം ഡ്രിങ്ക് ഇട്ടിരിക്കുകയാണ്. എന്താണിത് പറഞ്ഞത്? ഓറഞ്ച് വിത്ത് പൈനാപ്പിൾ സംതിങ്. ഓറഞ്ച് വിത്ത് പൈനാപ്പിളാണ് അല്ലെങ്കിൽ റസ്ന അടക്കിയതാണ്, തെറ്റ് പറ്റിപ്പോയി. ഫ്ലേവർ പ്രൊഫൈൽ അതല്ല, ഇതിനകത്ത് പാഷൻ ഫ്രൂട്ട് കൂടി ഇട്ടതാണ്. കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. കോസ്റ്റ്ലി, ഐ എം എ റിച്ച് മാൻ, ബ്രിങ് കോസ്റ്റ്ലി ഫുഡ്. പുരിയില്ലേ? ഞാൻ വന്ന് പണക്കാരൻ. കോസ്റ്റ്ലി ആവാതെ ഏത് ഫുഡ് എടുക്കുക, കൊണ്ടുവരിക. നമ്മുടെ ഫുഡ് എത്തിയിരിക്കുന്നു. ഓക്കെ ബോയ്സ്, ഇതാണ് വേമ്പനാട് മല്ലിക്കൊഞ്ച് റോസ്റ്റ്. വേമ്പ എൻ്റെ പനി മാറുമെന്ന് അറിയത്തില്ല, എല്ലാം കഴിച്ച് കഴിയുമ്പോൾ അല്ലെ പനി കൂടുകയെന്ന് അറിയത്തില്ല. നമ്മുടെ ഇപ്പോൾ ഉള്ളത് 4 പ്രോൺസ് ആണ്, കായലിലാണെന്ന് തോന്നുന്നു. ഇതെങ്ങനെയായിരിക്കും ടേസ്റ്റ് ചെയ്യേണ്ട? സ്കിന്നുണ്ട് ഉണ്ട് കേട്ടോ, കുറച്ച് മൽപ്പിടുത്തം വേണ്ടി വരും ഇതിന്. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കഴിച്ച് കഴിക്കാം. കൈ കൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇത് കഴിച്ചിട്ട് ഞാൻ പറയാം. ഓൾറെഡി ചെറിയ പീസ് കഴിച്ചായിരുന്നു, ഞാൻ ഫുള്ളായിട്ട് കഴിച്ച് നോക്കട്ടെ. പ്രോൺസ് നല്ല ഫ്രഷായിട്ടോ, പക്ഷേ ഗ്രേവി എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് നമ്മുടെ ഏതെങ്കിലും മീൻകറി
വലുതായിട്ട് വേകാതിരിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ്. എനിക്കൊരു സന്തോഷം എന്ന് പറയുന്നത് 1000 രൂപ ചിലവായുള്ളൂ, 4 ചെമ്മീൻ കഴിച്ചാൽ മതി. എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബില്ല് എത്രയാണെന്ന് നോക്കാം. കപ്പയുണ്ട് സൈഡിൽ, എനിക്ക് കഴിക്കണം താല്പര്യമില്ല. കപ്പ നൈസാണ്, നല്ല സെറ്റ് കപ്പ. ഈ ഇടയ്ക്ക് ഇത്ര നല്ല കപ്പ കഴിച്ചിട്ടില്ല. നമുക്കവിടെ ഒരു കോംപ്ലിമെൻ്ററി ഫലൂദയും കൂടി കിട്ടി. അത് ഓൺ ദ ഹൗസ് ആണ്, അപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഉണ്ണിയപ്പം ഫലൂദയാവും. കറു ഞാൻ ഉണ്ണിയപ്പം ചെറുതായിട്ട് കഴിച്ച് നോക്കി, നല്ല ഉണ്ണിയപ്പം കേട്ടോ. ഷെഫിൻ്റെ സ്പെഷ്യലാണെന്ന് പറയുന്നു. ഇറ്റ്സ് ഗുഡ്. ഞാൻ ഇത് ഓർഡർ പോലും ചെയ്തില്ല, അങ്ങനെ ഇതും തീർക്കണമല്ല. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെടും, കൊള്ളാം. ബോയ്സ് നമ്മുടെ ടോട്ടൽ ബില്ല് എന്ന് പറയുന്നത് 1257 രൂപയാണ്. ഇനി നമ്മൾ ഈ കടയിൽ നിന്ന് മാറി ഇനി അടുത്ത 5 സ്റ്റാർ ഹോട്ടലിലോട്ടാണ്. ക്രൗൺ പ്ലാസ 5 സ്റ്റാർ അല്ലേ ആണെന്നാൽ ഇപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് അറിയാം എത്ര രൂപ ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ പൊക്കത്ത് കാണാം. നമ്മൾ ക്രൗൺ പ്ലാസിൽ എത്തിയിരിക്കുകയാണ്. ഫുൾ ക്രിസ്മസ് തീമാണ് എല്ലാ സ്ഥലത്തും. നമ്മൾ അവിടെ നിൽക്കുകയായിരുന്നു, അവിടെ നിന്ന് ചാടി ഈ ബിൽഡിങ്ങിലോട്ട് എത്തി. ഇവിടെ കിടിലം വ്യൂ ആയിട്ടാ. അത് വാട്ടർ ഫൗണ്ടനാണ്, അതൊക്കെ അവിടെ വെള്ളം ചാടി ചാടി കളിക്കുന്നത് അതിൻ്റെ പൊക്കത്തായിട്ട്. കൊള്ളാം. ഇവിടെ കുറച്ച് സോങ് ഉണ്ട്, അതാണ് ഒരു കുഴപ്പം. പാട്ട് കേൾക്കുന്ന ചിലപ്പോൾ കോപ്പറേറ്റ് അടിച്ച് കിട്ടും. എന്തായാലും ഈ മൂലയ്ക്ക് അതുകൊണ്ടാണ് നിൽക്കുന്നത്. ഇവിടെ അടുത്ത ഡിസ്ട്രിക്റ്റ് വരെ കാണാൻ പറ്റും ഇവിടുന്ന്. നോക്കിയേ, ഈ ചിലപ്പോൾ എനിക്ക് ആലപ്പുഴ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട്. ബോയ്സ് ഇവിടെ നല്ല ഹെവി ഡ്യൂട്ടി പ്രൈസിങ് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം കോക്ടെയിലാണ്. ഒരു 5000 രൂപയുടെ കോക്ടെയിലും മോക്ടെയിലൊക്കെ ഉണ്ട്. മോക്ടെയിലില്ല, കോക്ടെയിലുണ്ട്. നമ്മൾ കോക്ടെയിലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല, ഫുഡിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. നല്ല വില കൂടിയ വൈനൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ ഓർഡർ ചെയ്യുന്നില്ല. ഇത് പൊക്കം തുറന്നു വരുന്നുണ്ടല്ലോ. ഇവിടെ ഏറ്റവും വില കൂടിയത് എനിക്ക് ലോബ്സ്റ്റർ ആയിട്ടാണ് തോന്നുന്നത്. ലോബ്സ്റ്റർ എന്ന് പറഞ്ഞാൽ നേരത്തെ കഴിച്ചൊരു കൊഞ്ചില്ലേ, കൊഞ്ചിൻ്റെ ഒരു വലിയ ഒരു സംഭവമാണ്. കൊഞ്ചിന് കണക്ക് തന്നെ, കുറച്ച് വലുതാണ്. അതിപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് പറയാം എത്ര ഉണ്ടെന്ന്. വെയിറ്റ് അനുസരിച്ചാണ് വില. 1 ഗ്രാമിന് 6 രൂപ. ഇവിടെ വെള്ളം എന്താ 2 കളർ, ഒരെണ്ണം എന്തേ അവിടെ യെല്ലോയും ഇവിടെ ഒരു പർപ്പിളും. ടാപ്പ് വാട്ടറിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ ലോബ്സ്റ്ററിൻ്റെ ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ട് പറയാൻ കണ്ടെന്ന്. എനിക്ക് ലോബ്സ്റ്റർ അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടുണ്ട്. കുറച്ച് വൈൻ മിക്സായ സോസ് ഉണ്ട്, അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അത് യൂസ് ചെയ്യാത്തതുകൊണ്ടാണോ? ഇത് കിഴങ്ങാണെന്ന് തോന്നുന്നു, ലോബ്സ്റ്റർ അല്ലത്. 3000 രൂപയുടെ ലോബ്സ്റ്ററിന് ടേസ്റ്റ് ഉണ്ടായില്ലെന്ന് എനിക്ക് ഡൗട്ടായി തുടങ്ങി. ലോബ്സ്റ്റർ മാത്രമായിട്ട് കഴിച്ചിട്ട് എനിക്ക് അങ്ങനെ അത്രയ്ക്ക് സൂചിച്ചില്ല. നല്ല അറിഞ്ഞുകൊണ്ട് പറയാൻ പോകുന്നത് എനിക്ക് വലിയ സൂചിക്കുന്നില്ല. ലോബ്സ്റ്റർ മോനെ സത്യം പറഞ്ഞാൽ ഇതാണ് ലോബ്സ്റ്ററിൻ്റെ ടേസ്റ്റ് എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. സോസിൻ്റെ കുറവ് കാരണമായിരിക്കും. സോസ് കുറച്ചേറെ കഴിക്കട്ടെ. കുറച്ചേറെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ലോബ്സ്റ്ററിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുന്നതായിരിക്കും. കൈമുറിയും കേട്ടോ അതിൻ്റെ ഇതൊന്ന് മുള്ളാണ് എൻ്റെ തലയ്ക്കകത്ത്. കുറച്ച് കിഴങ്ങ് കഴിക്കാം, നല്ല കിഴങ്ങ്. ഒന്ന് കോണും ട്രൈ ചെയ്യട്ടെ. ഇത് കിട്ടില്ല കേട്ടോ. ഇത് കഴിക്കുന്ന സംഭവങ്ങളാണ് ഇത്. അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ചൊരു വലിയ ലോബ്സ്റ്റർ മേടിക്കും. ഇത് 1 കിലോ ഉള്ളൂ. കുറച്ചൊരു വലിയ ലോബ്സ്റ്റർ ജീവനോടെ തായ്ലാൻഡിൽ പോയി മേടിക്കും. എൻ്റെ മുമ്പിൽ കട്ട് ചെയ്യണം. ഇപ്പോൾ ലോബ്സ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ ചെതൽ മാത്രമേ ഉള്ളൂ, അതൊന്നും ഞാൻ കഴിക്കുന്നില്ല. അത് കഴിക്കാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല. ഇവിടുത്തെ ബില്ല് ഞാൻ കാണിച്ചില്ല. ഇവിടെ 3093 ആയി കേട്ടോ ലോബ്സ്റ്ററിന്. കുറേ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് പോലും ഇതുവരെ എൻ്റെ വയറൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് ഗ്രാൻഡ് ഹയാറ്റ് ഇനിയെങ്കിലും വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്ത 5 സ്റ്റാർ ഹോട്ടലിലോട്ട് പോകാം ബോയ്സ്. ലെറ്റ്സ് ഫ്രിക്കിൻ ഗോ. ലോബ്സ്റ്റർ മേടിക്കും, നമുക്ക് വേറെ വല്ലതും മേടിക്കാം. അതൊക്കെ വല്ലതും തായ്ലാൻഡിൽ പോയിട്ട് നമുക്ക് ഫ്രഷ് ലോബ്സ്റ്റർ മേടിക്കാം. രാവിലെ തുടങ്ങി രാത്രിയായി. ഇവിടം കൊണ്ട് നമ്മുടെ 10000 രൂപ തീരുവോ ഇല്ലയോ? എല്ലാ സ്ഥലത്തും ഫുൾ ക്രിസ്മസ് ഡെക്കറേഷൻ ആണല്ലോ. ഇവിടുത്തെ ഏറ്റവും വലിയ ട്രീ എന്ന് തോന്നുന്നു. പീയിലാണ് തായ്സോൾ എന്നും പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു സ്മെല്ലുണ്ട് ഇവിടെ. അവിടെ ഇരിക്കുന്നത് സംഭവം തടി കൊണ്ടാണല്ലേ. ലാസ്റ്റ് നമ്മൾ ഏതായിരുന്നു? ക്രൗൺ പ്ലാസയുടെ വെള്ളം എനിക്ക് പൈപ്പ് വെള്ളങ്ങളൊക്കെ തോന്നിയത്. നാനക്കാടി കൊള്ളാം. The menu here is quite sophisticated, you know. I can't even probably read many of them. Like I can't read none of them. Guy Nueg CU. മേടിക്കട്ടെ, ഗായ് ന്യൂഎക് CU. ഇവിടെ ഒരു ഐറ്റം എടുക്കാൻ പറ്റുന്നു. എനിക്ക് 1-2 ഐറ്റം എടുക്കാനുള്ള മനസ്സുണ്ട്. പക്ഷേ ഇവിടുത്തെ മാക്സ് റേറ്റ് എന്ന് പറയുന്നത് ലോബ്സ്റ്ററാണ്. ലോബ്സ്റ്റർ നമ്മൾ മേടിക്കുന്നില്ല. 1750 രൂപ. ഒരു ഞണ്ടിൻ്റെ ഫ്രൈഡ് റൈസ് സെറ്റായിരിക്കും. ഹൗ ഡു യു പ്രൊനൗൺസ് ഇറ്റ്? Cow pad. Give me the crab meat one. What is this? It's a condiment. Oh. It's a garlic cracker with sweet soya sauce. നല്ല കിടിലൻ സോയ സോസ് കേട്ടോ. ബോയ്സ് ഈ ഫ്രൈഡ് റൈസ് ഫുള്ളും ഞാൻ കഴിച്ച് തീർക്കണമല്ലോ. ബോയ്സ് ഈ സ്റ്റിക്കി റൈസ് ഞാൻ ഈ ചോപ്പ് സ്റ്റിക്ക് വെച്ച് കഴിക്കാൻ പറ്റുമായിരിക്കും.
അതാണ് എൻ്റെ ഒരു ചോദ്യം. ബോയ്സ് ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കുന്ന ഒന്നൊന്നര പാടായിരിക്കും. ക്രാബിന് നല്ല ഹെവി സ്മെല്ലും വരുന്നുണ്ട്, അറിയാം എനിക്ക്. എന്നുവെച്ചാൽ ഫ്രൈഡ് റൈസ് മേടിച്ചിട്ട് നമ്മുടെ ഈ ക്രാബിൻ്റെ ടേസ്റ്റേ വരാതെ കണക്കൊന്നുമല്ല. നല്ല ഹെവി ക്രാബിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് മിക്ക ബൈറ്റിലും ക്രാബിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഈ വെള്ള കാണുന്ന ഫുള്ളും ക്രാബ് തന്നെയാണ്. ഞാൻ ഇതുവരെ കഴിച്ച ഫുഡൊന്നും റേറ്റ് ചെയ്തില്ലല്ലോ. ഏറ്റവും ഫസ്റ്റിൽ കിടക്കുന്നത് സാൽമൺ. സെക്കൻഡിൽ എനിക്ക് തോന്നുന്നു ഇത്, സെക്കൻഡ് ഇതാ. തേർഡ് നമ്മുടെ മറ്റേ ഫസ്റ്റ് ചെറിയ ചെമ്മീൻ, മറ്റേ എന്താണ് പേര്, ഷെഫ് പിള്ളേരെ കൊടുത്ത. ലാസ്റ്റ് കിടക്കുന്നത് നമ്മുടെ ക്രൗൺ പ്ലാസ. നമ്മൾ ഡ്രൈഡ് ഔട്ട് അല്ല, ഇപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസൊക്കെയാണ്. ഞാനൊരു ഫുഡ് ബ്ലോഗർ അല്ല, പിന്നെ എന്തിനും ഇത്ര ഡീറ്റെയിൽ പറയുന്ന അറിയത്തില്ല, പക്ഷെ എന്നാലും കൊള്ളാം. കാരണം സോയ സോസ് എപ്പോഴും എവിടെയെങ്കിലും ഒഴിച്ച് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിനകത്ത് പെർഫെക്റ്റ് എന്താണ് ക്വാണ്ടിറ്റിയിലാണെന്ന് അതുകൊണ്ട് നല്ലതായിട്ട് കഴിക്കാൻ നല്ല സുഖമുണ്ട്. കുറച്ചേറെ ചോറുണ്ടായിരുന്നു മോനെ. ഇനി ഞാൻ അങ്ങനെ 3000 രൂപ കൂടി കഴിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കിവിടെ 1357 രൂപ ആയിട്ടുണ്ട്. ഇനി വരുന്ന 2 റെസ്റ്റോറൻറ്റിലും വാലറ്റ് ഇല്ല കേട്ടോ. ബോയ്സ് നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റിനോട് എത്തുകയാണ്. എൻ്റെ പണി ഏകദേശമൊക്കെ മാറാറായി. കഴിച്ച് രണ്ട് റോസ്റ്റ് ആവും താഴ്ത്തി എഴുതിയിരിക്കുന്നു, മേളിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം നല്ല വില കൂടിയൊരു സാധനം പൊക്കിയാലേ നമുക്ക് ഈ സാധനം തീരത്തുള്ളൂ. അതെന്താണെന്ന് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. മിക്കതും 500-600 വിലയാണ്. ഒരു ബോട്ടിൽ വൈൻ മേടിച്ചിട്ട് നമുക്ക് ഫുള്ളും കുടിച്ച് തീർക്കാം. 1000, 2000, 2250 രൂപയാവും. മീൻ മേടിക്കാം 1400 ഇതെടുക്കാം. നമ്മൾ മീൻ മാത്രമല്ലേ പറഞ്ഞത്, മീനിൻ്റെ കൂടെ ഇത്ര ചോറ് എന്തിനാണ് വന്നിരിക്കുന്നത്? ചോറ് ആരും കഴിക്കാറില്ല, എനിക്കിവിടെ വയ്യ, ഞാൻ കഴിക്കത്തില്ല കേട്ടാ. ഈ മീൻ എന്ന് പറയുന്നത് കാളാഞ്ചിയാണ്. പിഴിയാൻ പറ്റുന്നതൊക്കെ പിഴിയുന്നുണ്ട് കേട്ടോ. ഞാനത് ഡീബോൺ ചെയ്തിരിക്കുന്നുണ്ട്, മുള്ളില്ല എന്നാ പറഞ്ഞത്, പക്ഷേ എനിക്ക് മുള്ള് ടച്ച് ചെയ്യാത്ത. ഇത് നാരങ്ങ കൂടി കിടില. എനിക്ക് തോന്നുന്നത് മറ്റേ റാങ്കിങ്ങിനകത്ത് എനിക്ക് മാറ്റേണ്ടി വരും കേട്ടോ. മീൻ കിടില കേട്ടോ. എനിക്ക് തോന്നുന്നു എനിക്കിപ്പം ഇഷ്ടപ്പെട്ട് മീൻ മാത്രമാണ് ഇപ്പോൾ തീർത്തേന്. ഈ ചോറിൻ്റെ കൂടി എങ്ങനെ കഴിക്കുന്നു മാത്രം എനിക്കറിയത്തില്ല. കൊള്ളാം, നല്ലതായിട്ട്. കുറച്ചുകൂടി മസാല നല്ലതായിട്ട് പിടിച്ചിരുന്നെങ്കിൽ കിടിലായിരുന്നു. ഇത് കൊള്ളാം. ഇതിൻ്റെ പൊക്കത്തിൽ തൊലിയായിട്ട് നല്ല ടേസ്റ്റാണ്, പക്ഷേ അകത്തോട്ട് കുറച്ചുകൂടി ആ തൊലിയുടെ മസാല ഇട്ടിരുന്നെങ്കിൽ. അപ്പോൾ എനിക്കെന്താ അറിയത്തില്ല, ഈ തല കുറച്ച് പച്ച കണക്ക് തോന്നുന്നു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കഴിച്ച്, ചോറും കഴിച്ച് എല്ലാം കഴിച്ച്, എനിക്ക് തല പറ്റുമെന്ന് തോന്നുന്നില്ല, കുറച്ച് പച്ച ഫീൽ. ചിലപ്പോൾ ചിലവരൊക്കെ പറയുന്നത് ചിലപ്പം ഹൈ എൻഡ് റെസ്റ്റോറൻറ്റിനകത്ത് നമുക്ക് കുറച്ച് മീനിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടാൻ ചിലപ്പോൾ അത്ര കുക്ക് ചെയ്തുള്ളതായിരിക്കും. ഞാൻ എപ്പോഴും കഴിച്ച് വരുമ്പോൾ ശീലിക്കുമായിരിക്കും. ഇതിന് അറ്റ്ലീസ്റ്റ് 3rd പ്ലേസ് എന്തായാലും കൊടുക്കും. ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ബില്ല് 1470 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ 2ാമത്തെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുമായിരുന്നു, പക്ഷേ ഇത് അടച്ചു പോയടെ. ഇത് നമുക്ക് പാതിരാത്രി എവിടെയെങ്കിലും തപ്പേണ്ടി വരും. ഹോപ്പും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ട്രംപ് കാർഡ് തിരിച്ചിറക്കുകയാണ്. സ്റ്റാർബക്സ്. ഈ കടയിൽ എത്ര വട്ടം ഞാൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വരണമെന്ന് പോലും ഇല്ലായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, ഈ പാതിരാത്രിയായി, ഈ കടകളൊന്നുമില്ല. അതിനൊടുക്കത്ത് വലിയ എനിക്ക് എന്താണ് 2 മന്തി ചിക്കൻ ഷവായ ഒന്നും കഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് നമുക്കിത് കഴിക്കാം. നമുക്കിവിടെ എന്താണ് 1200 സാധനം കിട്ടിയില്ല, ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ 446 രൂപയുടെ ഒരു ഡ്രിങ്ക് മേടിച്ചിരിക്കുകയാണ്. ഇതൊരു ചവർപ്പാണ് ടേസ്റ്റ്. ഇത് മരുന്നിന് ടേസ്റ്റ് അല്ലേ, ഇതൊന്നും 700 രൂപ ഇനി ചിലവാക്കാണ്ട്. ഫ്രൂട്ട് ബേ ഉണ്ട് ഇവിടെ, പക്ഷേ ഫ്രൂട്ട് ബേയിൽ വില കുറവാണ്. ഇവിടെ 700 രൂപയുടെ പോമഗ്രനേറ്റ് ജ്യൂസ് ഉണ്ട് 1 ലിറ്റർ, പക്ഷേ അത് അവൈലബിൾ അല്ല. പോമഗ്രനേറ്റ് പ്ലസ് ഓറഞ്ച് അവൈലബിൾ ആണ് 520 പോമഗ്രനേറ്റ് 1 ലിറ്റർ കുടിക്കേണ്ടി വരും, പ്ലസ് GST. അപ്പോൾ എത്രയാണെന്ന് നോക്കാം നമുക്ക്. എന്നാലും വേറൊരു കടയിൽ കൂടി കയറേണ്ടി വരും. ഇതിപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ 556 എന്നാൽ ഇത് കുറച്ചേറെ ഉണ്ടല്ലോടാ. അത് ഏത് വണ്ടി പൊട്ടി പോയിക്കൊണ്ടിരിക്കും. എന്നാലും ഇത് ഞാൻ കുടിച്ച് തീർക്കാം. നമുക്കിനി അടുത്ത ഐറ്റം കൂടി നോക്കാം. അമ്മറേ പോമഗ്രനേറ്റ് മാത്രം ഇല്ല, ഇതിനകത്ത് കുറച്ച് ഏറെ ഓറഞ്ച് കാണും ഉറപ്പാ, എനിക്ക് തോന്നുന്നു. നോക്കട്ടെ, കുറച്ച് ഓറഞ്ച് കൂടുതല. നിനക്കറിയാം തെറ്റ് എവിടെ പറ്റിയെന്ന്? നമ്മൾ കുറച്ച് രാവിലെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കുറച്ചുകൂടി നല്ല കട കിട്ടിയേനെ, എന്നിട്ട് നമുക്കിത് എൻഡ് ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ നമ്മൾ ഉച്ച കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ സമയമില്ലാതായി, കട കിട്ടാതായി വന്നപ്പം ഇപ്പം വില കുറഞ്ഞ ഫുഡ് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി കടയിൽ നിന്നൊക്കെ മേടിക്കാം, മിക്ക കട അടച്ച്. അപ്പം ഈ ഫുഡെന്ന് പറയുന്ന കുറേയേറെ കഴിക്കാൻ വേണം. അപ്പോൾ അതിൻ്റെ ടാസ്ക് കാരണം ഇപ്പോൾ എൻ്റെ വയറ് വീർത്തിരിക്കുന്നുണ്ട്. പോമഗ്രനേറ്റും ഓറഞ്ചിൻ്റെയും ജ്യൂസ് ഇത് ഞാൻ ലിസ്റ്റിൽ ഏറ്റവും അടിയിടും കേട്ടോ. എനിക്ക് തോന്നുന്നത് വേർത്തിട്ടല്ല, ഒട്ടും വേർത്തിട്ടില്ല. എനിക്ക് വെള്ളങ്ങളൊക്കെ തോന്നിയത്. ഇതും കൂടി കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ഐറ്റം കൂടി തീരും. ഞാൻ ഒരു ഐറ്റം ഓർഡർ ചെയ്തേട്ടെ, ഇനി എനിക്ക് കറങ്ങാൻ താല്പര്യമില്ല. എന്താണെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ?
245 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി കഴിച്ചാൽ മതി, വരുന്ന സാധനത്തിൻ്റെ പകുതി കഴിച്ചാൽ മതി. താങ്ക് യു ബ്രോ. അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്നത്. വൃത്തിയുണ്ടോ ഇതിന്? നേരെ കഴിക്കാവോ? ബ്ലൂബെറി കഴുകിയിട്ടുണ്ടോടാ ഇത് കഴുകാനൊന്നുമുള്ളൊരു മാനസികാവസ്ഥ ഇല്ല എനിക്ക്. ഞാൻ പകുതി കഴിക്കുവാണ്. ഈ കൈയോടെ എൻ്റെ ചാലഞ്ച് തീരുകയാണ്. I hope you guys are wonderful. I'll see you guys next time. Peace.